ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസിഡന്റിനെ കുറിച്ചാണ്. ഒരു ഹൈക്കിംഗ് ഇൻസിഡന്റിനെ കുറിച്ചാണ്. റഷ്യയിലെ മഞ്ഞുകൊണ്ട് പൊതിഞ്ഞ ഉറൽ മൗണ്ടെയ്ൻസ്. ഈ ഉറൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ആക്ച്വലി യൂറോപ്പിനും റഷ്യയ്ക്കും ഉള്ള ബൗണ്ടറീസ് ആണ് ഈ ഉറൽ മൗണ്ടെയ്ൻസ്. നമുക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും എങ്ങനെയാണോ ഹിമാലയാസ് അതേപോലെ. അപ്പൊ ഈ ഹൈക്കേഴ്സ് വന്നിട്ട് ട്രക്കിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു ഹൈക്കിങ്ങിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പോയ ആരും തന്നെ തിരിച്ചു വന്നില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഇൻസിഡന്റ് ലോകം അറിയുന്നത് ഡയാൽ ടൗ പാസ് ഇൻസിഡന്റ് എന്നാണ്. ഈ ഡയാൽ ടൗ എന്ന് പറയുന്നത് ഈ ഹൈക്കിംഗ് ടീമിന്റെ ഹെഡ്, അദ്ദേഹത്തിന്റെ പേരാണ് അയോണി ഡയാൽ ടൗ എന്നാണ്. പിന്നെ പാസ് പറയുന്നത് ഇവർ മരിച്ച സ്ഥലത്തിന്റെ പേര് പാസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന് ഡയാൽ ടൗ പാസ് ഇൻസിഡന്റ് എന്ന പേര് വന്നത്. അപ്പോ ജനുവരി 23, 1959 10 ഹൈക്കേഴ്സ് ആക്ച്വലി ഒരു ഹൈക്കിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്യാണ്. അവരുടെ ഗോൾ വന്നിട്ട് ഒട്ടോട്ടോറ. ഐ ഡോണ്ട് നോ ഐ എം പ്രൊനൗൺസിങ് ഇറ്റ് റൈറ്റ്, ബട്ട് അതാണ് പേര്. ഒട്ടോട്ടോറ മൗണ്ടെയിൻ എന്നാണ്, റഷ്യൻ പേരാണ്. ആ മൗണ്ടെയിൻ റീച്ച് ചെയ്യുക എന്നാണ് ഇവരുടെ ഗോൾ. ഈ ഉറൽ മൗണ്ടെയിൻ എന്ന് പറയുന്നത് കുറെ മൗണ്ടെയിൻസ് ആണ്. അപ്പൊ ഇതിലെ അവസാനത്തെ മൗണ്ടെയിൻ ആണ് ഈ ഒട്ടോട്ടോറ എന്ന് പറയുന്ന മൗണ്ടെയിൻ. അപ്പൊ അത് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹൈക്കേഴ്സിന്റെ ഗോൾ. ഇവര് പുറപ്പെടാണ്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒട്ടോട്ടോറ എന്ന് പറയുന്ന മീനിങ് ആക്ച്വലി ഡോണ്ട് ഗോ എന്നാണ്, പോകരുത് എന്നാണ് അതിന്റെ മീനിങ്, ആ വേർഡിന്റെ. പക്ഷെ ഇതൊക്കെ ഇവർക്ക് അറിയാം, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമുക്ക് മഞ്ഞോ പുതപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്, വി ക്യാൻ ഡൈ എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ആ റിസ്ക് അവരെടുക്കാം. അങ്ങനെ 23-ാം തീയതി ഇവർ പുറപ്പെടുമ്പോൾ പകുതി വഴിയിൽ വെച്ച്, അതായത് 2 ദിവസം കഴിഞ്ഞതും ഒരു വ്യക്തിക്ക് വയ്യാതാവും. ഹി വിൽ ബിക്കം സിക്ക് ആൻഡ് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ പുള്ളി പറയും എനിക്ക് വയ്യ, ഞാൻ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകും വീട്ടിലോട്ട്. അങ്ങനെയാണ് ഈ 10 എന്ന നമ്പർ 9 ആവുന്നത്. ബാക്കിയുള്ള 9 പേരും ഹൈക്കിങ്ങിന് പോവാണ് അവിടുന്ന് എല്ലാം പറഞ്ഞു വിട്ടിട്ട്. ഇപ്പൊ ഈ 9 പേർ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ഹൈക്കേഴ്സ് ആണ്. സാധാരണ നമ്മൾ പിള്ളേർ പോകുന്ന ഒരു ഹൈക്കിംഗ് ടീമല്ല, വെൽ പ്രൊഫഷണൽ ആൻഡ് ട്രെയിൻഡ് പീപ്പിൾ ആണ്. മാത്രമല്ല ഇവരുടെ കയ്യിൽ സർവൈവ് ചെയ്യാനില്ല. ഈ കോൾഡ് റഷ്യയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ലോണം നല്ല പനി ഉണ്ടാവും. അപ്പൊ അത് സർവൈവ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും അവരുടെ കയ്യിലുണ്ട്. ഫുഡ് സപ്ലൈസ്, കോമ്പസ്, മാപ്പ്, ക്യാമറ, ഈവൻ ഡയറി അടക്കമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ട്, സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ. അങ്ങനെ ഇവര് ഹൈക്കിങ്ങിന് പോയി. ഈ മഞ്ഞ് വന്നിട്ട് നല്ലോണം ഡേഞ്ചറായി, നല്ലോണം ഗുരുതരായി. അപ്പൊ വന്നിട്ട് ഇവര് ഒരു മൗണ്ടെയിൻ സ്ലോപ്പിൽ ഒരു ടെന്റ് ഇട്ട് അവിടെ താമസിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അവരവിടെ താമസിച്ച് അവര് പറയണത് ഡയറിയിൽ അവര് നോട്ട് ചെയ്യണ്ട് കാര്യങ്ങളൊക്കെ, എന്തൊക്കെ സംഭവിച്ചത് ഓരോ ദിവസവും. അപ്പോൾ ഇതിൽ അവർ ആ ഡയറി നോക്കുമ്പോൾ അതിൽ പറയുന്നത് എവറിത്തിങ് ഇസ് ഫൈൻ എന്നാണ് അതിൽ പറയപ്പെടുന്നത്. അതായത് അവരുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും ലാസ്റ്റ് അവർ പറഞ്ഞ ഓൺ റെക്കോർഡിലുള്ള ലാസ്റ്റ് വേർഡ്സ് ആ ഡയറിയിലാണ്. അതിലവർ പറയുന്നത് എവറിത്തിങ് ഇസ് ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം എന്നാണ്, എല്ലാവരും ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിയാണ് ഇങ്ങനെ. എന്നിട്ടും ഈ ഹൈക്കിങ്ങിന് പോയ ആരും തന്നെ തിരിച്ചു വന്നില്ല. അപ്പൊ അവരുടെ ഫാമിലീസ് ഒക്കെ അതോറിറ്റീസിനെ കോണ്ടാക്ട് ചെയ്തു. അതോറിറ്റീസ് വന്നിട്ട് ഒരു റെസ്ക്യൂ ടീമിനെ അയച്ചു സെർച്ചിന്. അപ്പൊ സെർച്ച് പാർട്ടി നടക്കുമ്പോൾ ഒരു 2-3 ദിവസം സെർച്ച് ചെയ്തിട്ട് ഒരു 3-ാമത്തെ ദിവസം ഇവരിട്ട ടെന്റ് വന്നിട്ട് ഇവർ കണ്ടുപിടിച്ചു. റിസർച്ച്, അതായത് സെർച്ച് ചെയ്യാൻ പോയ ടീം. അപ്പോ ഈ ടെന്റ് വന്നിട്ട് ഉള്ളിന്ന് കീറിയിട്ടുണ്ട്. ഇവർ ഈ ഹൈക്കേഴ്സ് പുറത്തിട്ട് പോയിട്ടുണ്ട്. അതും ബാഡ് ഫുട്ടിൽ. ഇവരൊന്നും എടുത്തിട്ടില്ല, സപ്ലൈസ് ഒന്നും എടുത്തിട്ടില്ല, എല്ലാം അതേപടി ആ ടെന്റിലുണ്ട്. വെറും കാലില് ഈ മഞ്ഞത്ത് പുറത്തു പോയാൽ മരിക്കും, ഉറപ്പാണ്. പക്ഷെ ഇവരെല്ലാരും പേടിച്ച് ഓടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവര് ഓടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ റെസ്ക്യൂ ടീം സെർച്ച് ചെയ്യാൻ തുടങ്ങി സറൗണ്ടിങ് പ്ലേസസിൽ. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു മരത്തിന്റെ അടിയിൽ ഒരു 5 ഹൈക്കറിന്റെ ബോഡീസ് കിട്ടി. അവർ വന്നിട്ട് നേക്കഡ് ആയിരുന്നു.
അപ്പൊ അവരുടെ ഡെത്തിന്റെ റീസൺ നോക്കിയപ്പോൾ ഹൈപ്പോതെർമിയാണ്. എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട്, അതായത് 1.5 കിലോമീറ്ററിന്റെ കാട്ടിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അടുത്ത 4 ബോഡീസ് കിട്ടി. ഈ 4 ബോഡീസിലാണ് ഒരു ഷോക്കിംഗ് ആയ ന്യൂസ് ഉള്ളത്. അതായത് ഈ 4 ബോഡീസും മണ്ടയോട് പൊട്ടിയിട്ടുണ്ട്, റിബ്കേജ് ബ്രോക്കൺ ആണ്, അതേപോലെ തന്നെ ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷെ ആർക്കും തന്നെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല, പുറം കാര്യങ്ങൾ ആർക്കും ഇല്ല, പക്ഷെ ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ഹൈപ്പോതെർമിയ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ആരോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാരണം, എന്തോ ഒരു നിഗൂഢത സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾ പുറത്ത് ന്യൂസ് വന്നപ്പോഴും ഇത് വന്നിട്ട് ഒരു അൺനോൺ എൻറ്റിറ്റി ചെയ്ത ഒരു ഇഷ്യൂ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അൺനോൺ എൻറ്റിറ്റി അല്ല, ലെറ്റ് മീ സേ ദ എക്സാക്ട് വേർഡ്. അൺനോൺ കമ്പലിംഗ് ഫോഴ്സസ് കോസ്ഡ് ദ ഡെത്ത്സ് ഓഫ് ദ ഹൈക്കേഴ്സ് എന്നാണ്. ഈ അൺനോൺ എൻറ്റിറ്റി ആണ് ഈ ഹൈക്കേഴ്സിന്റെ ഡെത്തിന് കാരണം എന്നാണ് ഗവൺമെന്റ് തന്നെ റിലീസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൺ റെക്കോർഡിലുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് പുറമെ അന്വേഷിച്ചപ്പോ അടുത്തുള്ള വില്ലേജിലെ ആൾക്കാർ പറയുന്നത് അന്നേ ദിവസം തന്നെ സ്കൈയിൽ ഒരു ഓറഞ്ച് കളർ ഗ്ലോ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനെ കുറിച്ച് കുറെ തിയറീസ് വന്നു. ഒരു പക്ഷെ ഒരു സ്നോ സ്ലൈഡ് ഉണ്ടായി കാണാം, അതിൽ ഇവരെ എല്ലാവരെയും അടിച്ചു കൊണ്ടുപോയി എന്നാണ് ഒരു തിയറി. പക്ഷെ ആ തിയറി സത്യമാവാൻ ചാൻസ് ഇല്ല. കാരണം ഇവരുടെ ബാഡ് ഫുട് പ്രിന്റ് ഇല്ലേ, അത് അവിടെ ഇൻടാക്ട് ആയിട്ടുണ്ട്, അത് എവിടെയും പോയിട്ടില്ല. അത് ഇപ്പൊ ഒരു സ്നോ സ്ലൈഡ് വന്നാൽ അത് വന്നിട്ട് മാഞ്ഞു പോകും, എന്താ പറയാ, ആ ഫുട് പ്രിന്റ്. അപ്പൊ അത് പോയിട്ടില്ല. പിന്നെ ഒരു തിയറി വന്നിട്ട് എന്തോ എക്സ്പെരിമെന്റ്സ് ആണ്, റേഡിയേഷന്റെ എന്തോ കാരണം ഇവരുടെ ബോഡിയിലൊക്കെ ഒരു റേഡിയേഷൻ സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഡോക്യുമെന്റ് ഒന്നും ഇല്ല. പിന്നെ പറയുന്നത് അനിമൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. പക്ഷെ അനിമൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ പുറമേ എല്ലാ ഇഞ്ചുറീസ് കാണും സ്വാഭാവികമായിട്ടും, പക്ഷെ അതൊന്നും ഇല്ലാതാണ്. പിന്നെ പറയുന്നത് UFO തിയറിയാണ്. UFO തിയറി വന്നിട്ട് ഈ ഓറഞ്ച് കളർ ലൈറ്റ് കണ്ടു എന്ന് പറയുന്നത് ഒപ്പം വരുന്ന ഒരു തിയറിയാണ് ഈ UFO. പക്ഷെ ഒന്നും തന്നെ ഒരു കംപ്ലീറ്റ് ഉത്തരം ഇല്ല. എല്ലാ തിയറിക്കും നമുക്കൊരു ബട്ട് എന്ന് ഒരു കേസ് വരുന്നുണ്ട്. ആ കേസ് വരുമ്പോൾ തന്നെ ഇതൊക്കെ മാഞ്ഞു പോകും. ഇപ്പൊ വന്നിട്ട് സ്നോ സ്ലൈഡ് വന്നിട്ടുണ്ടാവും പറയുമ്പോൾ തന്നെ ആ ബാർ ഫുട് പ്രിന്റ് അവിടെ ഉണ്ട്. അപ്പൊ അതങ്ങനെയാണ് മാച്ച് ആവുക. അതേപോലെ തന്നെ അനിമൽ അറ്റാക്ക് നടന്നെന്ന് പറയുമ്പോൾ ഇഞ്ചുറി ഒന്നുമില്ല, എക്സ്റ്റേണൽ ഇഞ്ചുറി ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് അനിമൽ അറ്റാക്ക് നടന്നത്? അപ്പൊ എല്ലാ ഒരു തിയറിനും ഒരു ബട്ട് വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പൊ ആർക്കും തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. അപ്പൊ അതാണ് ഇതില് ഇൻസിഡന്റിന്റെ ഒരു മിസ്റ്ററി. അതായത് എല്ലാ ഇൻസിഡന്റിനും ഒരു തിയറി ഉണ്ടാവും. ആ തിയറി വന്നിട്ട് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു തിയറി ആയിരിക്കും. പക്ഷെ ഈ ഇൻസിഡന്റിന് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു തിയറി പോലും ഇല്ല നമുക്ക്. അത് വളരെ ഷോക്കിംഗ് ആയ ഒരു സംഭവമാണ്. മാത്രമല്ല ഇതിലെ ചില ഹൈക്കേഴ്സിന്റെ നാക്ക്, അതായത് ഒരു പെൺ ഹൈക്കർ, ഒരു ഗേൾ ഹൈക്കറിന്റെ നാക്ക് വന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, മിസ്സിംഗ് ആണ് നാക്ക്. അതേപോലെ ഒരു ആണിന്റെ കണ്ണ് വന്നിട്ട് പിഴുതെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് എല്ലാരും സംശയിക്കുന്നത് ഒരു അനിമലിന്റെ അറ്റാക്ക് ആയിരിക്കാം എന്നാണ്. പക്ഷെ അതിലൊരു ലക്ഷണങ്ങളും ഇല്ല. സോ ഇതൊരു ഒന്നില്ലെങ്കിൽ ഒരു അമാനുഷ്യ ശക്തി ഇവരെ അറ്റാക്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ അവിടെ നമ്മളുടെ ഒരു സിനിമ അല്ലേ, എന്താ പറയാ, ആ സിനിമയുടെ പേര് പറഞ്ഞു, മനുഷ്യന്മാരെ തിന്നുന്ന ഒരു സിനിമ അല്ലേ, ആ സിനിമ പോലുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. പക്ഷെ അവർ 9 പേർ മരിച്ചു. അതിൽ ഒരേ ഒരു വ്യക്തി മാത്രം, അത് അന്ന് സിക്കാണ്, ബോഡി പെയിൻ ഉണ്ട് പറഞ്ഞിട്ട് പോയ വ്യക്തി മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 9 പേരും മരിച്ചു. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ശരിക്കും ഇവരെ ആരെങ്കിലും കൊന്നതാണോ, അതോ ഒരു ജസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.